അപ്പൊ മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള ജസ്ല മാടശ്ശേരി പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും ഒത്തുള്ള ചില പ്രൈവറ്റ് ചാറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളാണല്ലോ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി 11 പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി ശേഷം അവളോട് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പരാതി. എന്തായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം 2 ആഴ്ച മുന്നേ ആൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഒരു ദിവസം മുമ്പ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ 24 ന്യൂസിൽ ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 49 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇതുവരെ ആ ഇന്റർവ്യൂ കണ്ടത് 12 ലക്ഷം പേരാണ്. അത്രയും ആ ഇന്റർവ്യൂ വൈറലായി മാറി എന്നുള്ളതാണ്. അങ്ങനെ വൈറലാവാനും ഒരു കാരണമുണ്ട്. കാരണം കേരളം മൊത്തം അത്രയും സെൻസേഷനിലായി മാറിയതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ അറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബെയിൽ കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നേ വരെ എവിടെയും ഒന്നും സംസാരിച്ചിട്ടില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നതിനെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടവുമായി 24 ന്യൂസിന്റെ ഇന്റർവ്യൂ പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഇന്റർവ്യൂ വൈറൽ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും ഈ 24 ന്യൂസിലെ വൈറൽ ഇന്റർവ്യൂയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്റർവ്യൂ ചെയ്തത് മറ്റാരുമല്ല, ഹാഷിമിയാണ്. ഹാഷിമി ആരാണ് എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. 24 ന്യൂസിൽ സ്ഥിരമായി ഡിബേറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഹാഷിമി എന്ന് പറയുന്നത്. ഹാഷിമിന് മുന്നിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ മൂപ്പര് പൊരിച്ചു വിടത്തുള്ളൂ. കാരണം ആ ലെവലിൽ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ നിർത്തി പൊരിക്കാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ് ഈ ഹാഷിമി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹാഷിമി പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ വക പരിപാടികൾക്കൊന്നും ഹാഷിമി നിന്നില്ല എന്നുള്ളതാണ്. വളരെ കാമായി ബേസിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. സത്യം പറയാലോ, എനിക്കതൊരു സ്റ്റേജിൽ ഇന്റർവ്യൂ ആയിട്ടാണ് തോന്നിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ള കാര്യങ്ങൾ പൊതുജനത്തിന് കേൾക്കാൻ വേണ്ടി 24 ന്യൂസ് തയ്യാറാക്കിയ ഒരു ഇന്റർവ്യൂ. അങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്കത് ഫീൽ ആയിട്ടുള്ളത്. ഇവിടെ ഹാഷിമിയെ സംബന്ധിച്ചിടത്തോളം രാഹുലിനോട് പല കാര്യങ്ങളും ചോദിച്ച് പല തരത്തിലും രാഹുലിനെ അടിച്ചിരുത്താമായിരുന്നു. പക്ഷെ അതൊന്നും ചോദിക്കാതെ കാമായിട്ടാണ് ഇന്റർവ്യൂ ഹാഷിമി ഹോസ്റ്റ് ചെയ്തത്. എന്തായാലും അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പൊ ഹാഷിമിക്കെതിരെയും 24 ന്യൂസിനെതിരെയും ഇപ്പം വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ 24 ന്യൂസിന് അങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ടാണ് ഈ ഇന്റർവ്യൂ നടത്തിയത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഇവരെ പോരാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു വഴിക്ക് പോകുന്നുണ്ട്. എനിവേസ് ഉള്ളത് പറയാലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ക ഒരു കോഴിയാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിയാത്ത ഒരു യുവാവ് എന്ന നിലയ്ക്ക് ഏതൊരു പെൺകുട്ടിയെയും ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാണെങ്കിലും ഒരു മുട്ടി നോക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് മൂപ്പർക്കുണ്ട്. അത് കല്യാണം ഏത് ഒട്ടുമിക്ക യുവാക്കളിലും ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ്. പക്ഷെ അത് പിടിച്ചു നിർത്തുന്നിടത്താണ് ഒരു പുരുഷൻ മൊറാലിറ്റി ഉള്ളവനായി മാറുന്നത്, അല്ലേ? പക്ഷെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് ഇത് പിടിച്ചു നിർത്താനുള്ള കഴിവൊന്നുമില്ല. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പെണ്ണിനെ കണ്ടാലും ഒന്ന് കൊത്തി നോക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ആശാന്. ആ കൊത്തലിൽ വീണ് പോയ പെൺകുട്ടികളുമുണ്ട്, വീഴാതെ പോയ പെൺകുട്ടികളുമുണ്ട്. അത് വേറെ കാര്യം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പല കാര്യങ്ങളും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ, പ്രത്യേകിച്ച് മൂപ്പര് ചാറ്റ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ മൂപ്പരായിട്ട് പല പെൺകുട്ടികൾക്കും അങ്ങോട്ട് മെസ്സേജ് അയച്ച് കമ്പനി കൂടുന്ന പതിവാണ് ഉണ്ടാവാറുള്ളത്. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരാജയമായ ഒരു യുവതി പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെ? ആരാണത്? റിനി ആൻഡ് ജോർജ്. 5 മാസം മുമ്പെയാണ് റിനി ആൻഡ് ജോർജ് ഒരു ഇന്റർവ്യൂക്കിടെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി വരുന്നത്. ഇവിടെ റിനി രാഹുലിനെതിരെ പറഞ്ഞ പരാതി എന്താണ്? പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷണിച്ചു എന്നുള്ളതാണ് റിനിയുടെ പരാതി. ആ പരാതി സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായി മാറുന്നു. അതിന് പിന്നാലെ ഒരുപാട് ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി വരുന്നു, അല്ലെ? ഹണി ഭാസ്കർ, പിന്നെ ഷഹനാസ്, അങ്ങനെ ഒരുപാട് ആളുകൾ രംഗപ്രവേശനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സെൻസേഷണൽ വിഷയമായി മാറാൻ തുടങ്ങിയത്. എന്തായാലും ഇങ്ങനെ പരാതികളെല്ലാം വരാൻ തുടങ്ങിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ പെൺകുട്ടി അത് കാരണം ഗർഭിണിയായ ഒരു കഥ പുറത്തു വരുന്നത്. അത് പിന്നെ കേസാകുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജനുവരി 11 ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരന് ജാമ്യം ലഭിക്കുകയും ചെയ്തു കേട്ടോ. എന്തായാലും ഇതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പെൺകുട്ടികൾ അലിഗേഷനുമായി വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? അതിൽ പ്രധാനികളിൽ ഒരാളാണ് ഷഹനാസ് എന്ന് പറയുന്ന സ്ത്രീ. പുള്ളിക്കാരുടെ എഴുത്തുകാരിയാണ്, കോൺഗ്രസ് പ്രവർത്തകയും കൂടിയാണ്. എന്തായാലും ഷഹനാസ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തെ കുറിച്ച് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാഷിമുമായി ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസ് ആണ്. ഷഹനാസിന്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിന്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു, ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിന്റെ ആരോപണം. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ. അപ്പൊ ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ ഇപ്പൊ അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത്. എന്നാ താങ്കൾ എടുത്ത് പരിശോധിക്കൂ, ഞാൻ തയ്യാറാണെന്നേ. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ? ഇപ്പൊ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഇതിനപ്പുറം ഞാൻ എങ്ങനെയാ പറയണ്ടേ?
ഞാൻ ചോദിക്കുന്നു ഇപ്പൊ ഞാനൊന്ന് ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ അതിലേക്കാണ് പറയുന്നത്. ഇനിയിപ്പോ ഞാൻ ചാറ്റ് പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ്. വേണ്ട, ഷഹനാസ് തന്നെ കാണിക്കട്ടെ. ഇനി താങ്കളുടെ ചോദ്യം, താങ്കൾ എന്താ പറഞ്ഞത്? ഷാഫി പറമ്പിലിനോട് എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഷാഫി പറമ്പിലും ശ്രീമതി ഷഹനാസും പറയേണ്ടുന്ന കാര്യമാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു ഭാരവാഹിയെ പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസാണ്. ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് തന്നെ പറയുന്നത്. ഞാൻ അവരെ പറ്റി ഒരു റോങ് ഇന്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന മൊത്തം എന്താ കേൾക്കാത്തെ? ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിക്കുന്നത് മാക്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ബുക്ക് പബ്ലിഷിംഗിലാണ്. എൻ്റെ ചോദ്യം, 2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത്? കർഷക സമരം ആ സമയത്താണല്ലോ. ആ ആളെ 2024 എന്തിനാ മാക്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ, ഈ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം, ഡിഫേമേഷന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാളാ. എപ്പോഴാണ്? ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം. ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. തെളിവുണ്ട്. ആ മിസ്ബിഹേവ് ചെയ്ത ആളെ ഈ 5 വർഷക്കാലം അടുത്ത സുഹൃത്തായിട്ട്, എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്ന ആളെ ഞാൻ 5 വർഷക്കാലം സുഹൃത്തായിട്ട് വെക്കില്ല. ഷഹനാസും വെക്കുന്ന ആളല്ല ഞാൻ പറയുന്നത്. രാഹുൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞതൊക്കെ രാഹുലിന്റെ ബോധ്യങ്ങളാണ്. രാഹുലും ഈ പറയുന്ന വ്യക്തികളും തമ്മിലുള്ള മെസ്സേജുകളും ബോധ്യങ്ങളുമാണ്. അത് പരിശോധിക്കണം തോന്നുന്നില്ല. പോട്ടെ, അതാണ് രാഹുൽ തെളിവുണ്ടെന്ന് പറയുമ്പോഴും ഹാഷിം അത് പരിശോധിക്കാൻ പോലും മെനക്കെടുന്നില്ല അല്ലേ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ഒരു സ്റ്റേജിൽ ഇന്റർവ്യൂ ആണെന്ന് പറയപ്പെടുന്നത്. എനിവേ, ഇവിടെ ഷഹനാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. പ്രധാനമായും പറയുന്നത് തന്നോട് തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ച ഒരു സുഹൃത്താണ് ഷഹനാസ് എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്ന സമയത്ത് തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടായി വന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ഷഹനാസ്. പക്ഷെ പിന്നീട് പുള്ളിക്കാരി പ്ലേറ്റ് മാറ്റി എന്നുള്ള തരത്തിലാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചു വെക്കുന്നത്. എന്തായാലും രാഹുൽ ഇങ്ങനെയൊക്കെ ഷഹനാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഷഹനാസ് മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഷഹനാസ് എന്താക്കി നേരെ മാധ്യമങ്ങളെ കണ്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി. ഏകദേശം 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പുള്ളിക്കാരുടെ പ്രസ് മീറ്റ് ഇന്നലെ പല ചാനലുകളിലും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫുള്ള് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളെന്തായാലും അതിൽ ചെറിയൊരു ഭാഗം കണ്ടോക്കാം. എന്റെ എങ്ങനെ സുഹൃത്ത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം എന്ന് പറയുമ്പോൾ എന്റെ സുഹൃത്താവോ അവൻ? എന്റെ അടുത്ത സുഹൃത്താ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്താണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്. എന്റെ അടുത്ത സുഹൃത്തല്ല അവൻ. ഞാൻ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൽ പോലും വളരെ സൂക്ഷിച്ച് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഒരു അടുത്ത സുഹൃത്തല്ല രാഹുൽ മാങ്കൂട്ടം. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം എന്ന് പറയുന്നത് എന്റെ സുഹൃത്തായതുകൊണ്ടാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കർഷക സമരം നടക്കുന്ന സമയത്തും അവൻ കാണിക്കട്ടെ. അവന്റെ വാട്സപ്പില് അവൻ എനിക്ക് അയച്ച മെസ്സേജ് എടുത്തിട്ട് അവന് കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവൻ കാണിക്കട്ടെ. ഓൻ ഹിസ്റ്ററി എടുക്കട്ടെ. അവൻ എടുക്കാൻ പറ്റുമല്ലോ. അത് ഓന് മാത്രമല്ല, നിങ്ങൾക്ക് എടുക്കാമല്ലോ. നിങ്ങൾക്കും ആ ചാറ്റ് ഹിസ്റ്ററി കാണിച്ചു കൊടുക്കാമല്ലോ. പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിലും ഫോണും ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ബാക്കി കേട്ടോ വെക്കാം. അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അവൻ എങ്ങനെയാ പറയാ? കള്ളം പറയാണ് രാഹുൽ മാങ്കൂട്ടം. എന്നോട് പറയാണ് കർഷക സമരത്തിന് പോയത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എന്തേ നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ ടീം പോകുന്നുണ്ടോ? അല്ല, നമുക്ക് രണ്ടാക്കും ഒറ്റയ്ക്കും. എനിക്ക് താല്പര്യമില്ല രാഹുൽ മാങ്കൂട്ടം. ഞാനത് പറഞ്ഞ് നിർത്തിയ സാധനമാണ്. അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളോട് പ്രണയമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ പറയുന്നില്ല, കേരളത്തിൽ നമ്മൾ ആരെയൊക്കെ കുറിച്ച് പറയേണ്ട ഗതികേടുണ്ട് സ്ത്രീകൾക്ക്. എനിക്ക് മാത്രമൊന്നുമല്ല, നിങ്ങളൊരു 10 സ്ത്രീകളെ എടുത്ത് നിർത്ത്, സംസാരിപ്പിക്കേ, അവര് പറയും ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്ന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഷഹനാസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകളോ തെളിവുകളോ പുള്ളിക്കാരി ഇന്നേ വരെ പബ്ലിക്കിൽ ഹാജരാക്കിയിട്ടില്ല. അത് വേറെ കാര്യം. എന്തായാലും ഈ പ്രസ് മീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഷഹനാസ് പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. രാഹുൽ മാങ്കൂട്ടം തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞതിൽ തനിക്ക് നാണക്കേടാണ് എന്ന് വരെ ഷഹനാസ് പറയുന്നുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സുഹൃത്തല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ആണിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള ഷഹനാസ്
ഷഹനാസിന്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2024 ജനുവരി 9 ഈ പറഞ്ഞ ഷഹനാസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം. രാഹുൽ മാങ്കൂട്ടം കേവലം ഒരു വ്യക്തി മാത്രമല്ല, കേരളത്തിലെ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ യുവജനതയെ നയിക്കുന്ന നേതാവും കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പുലർച്ചെ വീട് വളഞ്ഞു അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ മാത്രം ക്രിമിനൽ കുറ്റക്കാരനാണോ? നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ ശബ്ദമുയർത്തുകയും പ്രതികരിക്കുന്നതും പേര് കൊള്ളാം നവകേരളം. സമരങ്ങൾ ഡിവൈഎഫ്ഐ ചെയ്യുമ്പോൾ ജനകീയം, ജനാധിപത്യത്തിൽ അധിഷ്ഠിതം. മറ്റു യുവജന സംഘടനകൾ ചെയ്യുമ്പോൾ ജനാധിപത്യ വിരുദ്ധം. വെറുതെ അല്ല ഞങ്ങളുടെ പാർട്ടി തന്നെയാണ് കോടതിയും പോലീസും എന്നൊക്കെ വീരവാദം ഒഴുക്കുന്നത്. സ്വന്തം പാർട്ടി സഖാക്കൾ പ്രതികളാകുമ്പോൾ വിനോദയാത്രക്ക് കൊണ്ട്. പണ്ടെന്തോ ഒരു പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ ഷഹനാസ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇത്. രാഹുൽ മാങ്കൂട്ടം കേവലം ഒരു വ്യക്തി മാത്രമല്ല, പ്രസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അല്ലേ. രാഹുൽ മാങ്കൂട്ടം തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞതിൽ തനിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞ ആള് ഇട്ട പോസ്റ്റാണ് ഇത്. രാഹുൽ മാങ്കൂട്ടം ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ് പോലും. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി കഴിഞ്ഞ ജൂൺ 12 ഈ പറയുന്ന ഷഹനാസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടവുമായി കണ്ടുമുട്ടുകയും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിന് ഒരു ഫോട്ടോ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ഏതോ നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫോട്ടോയുടെ ക്യാപ്ഷൻ ഞാനൊന്ന് വായിച്ചുതരാം. ശ്രീമതി ഷഹനാസ്, രാഹുൽ മോശം മനുഷ്യനാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ജൂൺ 12 വൈകുന്നേരം കൃത്യം 4 മണി സമയമായി കാണും. ഷഹനാസ് എന്തിനാണ് രാഹുലിനെ അന്വേഷിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ചായക്കടയുടെ മുന്നിൽ പോയി രാഹുലിനെ അന്വേഷിച്ച് നടന്നത്? മേൽ പറഞ്ഞ വാർത്ത തെറ്റാണെന്ന് ഷഹനാസ് നിഷേധിക്കുകയാണെങ്കിൽ അന്നേ ദിവസത്തെ CCTV ക്യാമറ പരിശോധിച്ചാൽ സത്യം ജനങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അന്ന് രാഹുൽ മാങ്കൂട്ടവുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട വ്യക്തിയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടം എന്റെ സുഹൃത്താണെന്ന് പറഞ്ഞത് പോലും എനിക്ക് നാണക്കേടാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഷഹനാസ് പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളും പുള്ളിക്കാരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും എടുത്തു നോക്കുന്ന സമയത്ത് ഫുള്ളും പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ പോസ്റ്റുകളെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ഈ പറഞ്ഞ ഷഹനാസ് പ്രസ് മീറ്റ് നടത്താൻ. എന്നാൽ പിന്നെ ഇത്രക്കും കാര്യങ്ങൾ വഷളാക്കില്ലായിരുന്നു. എന്തായാലും ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇനി ഈ പറയുന്ന ഇതേ ഷഹനാസ് തന്നെ നമ്മൾ നേരത്തെ കണ്ട പ്രസ് മീറ്റിന് ശേഷം മാധ്യമങ്ങളോട് അറിയാതൊരു കാര്യം പറയുന്നുണ്ട്. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും ആ ഭാഗം ഒന്ന് കണ്ടുനോക്കാം. ഒരുപാട് ഞാൻ പറഞ്ഞു, ഒരുപാട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചോന്ന്. അതാണ് ഒരുപാട് ഞാൻ പറഞ്ഞു, ഒരുപാട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ഇതിപ്പോ മാധ്യമങ്ങൾ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി റിനിയെ കൊണ്ട് പലതും പറയിപ്പിച്ചതാണ് എന്നുള്ള നറേറ്റീവിൽ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. പലരും ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്കെന്തോ ഇത് കേട്ടപ്പോ അങ്ങനെ തോന്നിയില്ല കേട്ടോ. മാധ്യമങ്ങൾ പുള്ളിക്കാരോട് പലതും കുത്തി ചോദിച്ചത് കാരണം പുള്ളിക്കാർ ഉള്ളിലുള്ളത് പലതും തുറന്നു പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പറയുന്ന ഷഹനാസിന്റെ ആരോപണങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്തോ ആരോപണത്തിൽ പ്രത്യേകിച്ച് കാര്യമുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തോ കർഷക സമരത്തിന് പോയ സമയത്ത് മിസ്ബിഹേവ് ചെയ്തു എന്നാണല്ലോ ഈ പറയുന്ന ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുന്നോട്ട് വെക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒന്നും തന്നെ പുള്ളിക്കാരിക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ആരോപണം ഫെയിൽ ആണെന്ന് തന്നെ വെക്കേണ്ടി വരും അല്ലേ. ഇതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന റിനിയുടെയും അവസ്ഥ. പുള്ളിക്കാരന്റെ ആരോപണം എന്തായിരുന്നു? പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു വരുത്തി എന്നുള്ളതായിരുന്നു പുള്ളിക്കാരന്റെ ആരോപണം. പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച് ഇതേ റിനിയുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് പരിശോധിക്കുന്ന സമയത്ത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ റിനിയുടെ ആരോപണങ്ങൾക്കും കഴമ്പില്ലാത്ത അവസ്ഥയാണ്. എന്ന് കരുതി ഇവിടെ രാഹുൽ പുണ്യാളനാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ നല്ല അസല് കോഴിയാണ്. അവന്റെ കോഴിത്തരത്തിൽ വീണുപോയ പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും റീസെന്റ് പുറത്തു വന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് ക്ലിപ്പ് പോലും ഈ അടുത്ത് പുറത്തിറങ്ങി. പക്ഷെ അങ്ങനെയൊക്കെ രാഹുലിനെതിരെ പല തെളിവുകളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ റിനിയെ പോലെയുള്ള ഷഹനാസിനെ പോലുള്ള ആളുകൾ ഈ കഴമ്പില്ലാത്ത ആരോപണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജനുവലിന് ഈ രാഹുലിനെതിരെ പരാതിയുമായി വരുന്ന പെൺകുട്ടികളുടെ ആരോപണങ്ങൾ പോലും ജനങ്ങൾ മുഖവിലേക്ക് എടുക്കാത്ത അവസ്ഥ വരും. അവരെ പോലും ജനങ്ങൾ സംശയത്തിന് നേരിൽ കാണുന്ന അവസ്ഥ വരും. ഇപ്പൊ അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന പ്രവണത എന്താണ്? ഒരു പറ്റം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുണ്യാളനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വളം വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പൊ ഷഹനാസ് ആണെങ്കിലും റിനി ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴമ്പില്ലാത്ത ഓരോ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ട് സ്വയം ഏറി കയറാം. ഇത് കാരണം കഴമ്പുള്ള ആരോപണവുമായി രാഹുലിനെതിരെ വരുന്ന സ്ത്രീകൾക്കും കൂടി പാരയായും ഇവര് മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോ ആരെങ്കിലും രാഹുലിനെതിരെ ഒരു ആരോപണവുമായി വരുന്ന സമയത്ത് ജനങ്ങൾ അത് വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഷഹനാസിനെ പോലുള്ള അല്ലെങ്കിൽ റിനിയെ പോലുള്ള ആൾക്കാരെ കൊണ്ടുള്ള ഓരോ ഇടങ്ങാറ് നോക്കുകയാണ് നിങ്ങൾ. എന്തായാലും ഇവരൊക്കെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് കുറെ നല്ല ഇമേജ് പബ്ലിക്കിന് മുന്നിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇതിനിടയിൽ കൂടെ മറ്റൊരാളും കൂടി ഗോൾ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള ജസ്ല മാടശ്ശേരിയാണ്. ജസ്ലയെ കുറിച്ച് ഞാൻ ആർക്കും
ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുൻ KSU പ്രവർത്തകയാണ്, അതുപോലെ തന്നെ മുൻ ബിഗ് ബോസ് താരവുമാണ്, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടിയാണ്, ഒരു പക്കാ ഫെമിനിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പുള്ളിക്കാരിയെ പറയാം. പുള്ളിക്കാരുടെ ഒരു സാധാരണ ഫെമിനിസ്റ്റ് അല്ലേ കേട്ടോ, ഒരു എക്സ്ട്രീം ഫെമിനിസ്റ്റ് ആണ്. പുള്ളിക്കാരുടെ എക്സ്ട്രീം ഫെമിനിസം കാരണം ഇടയ്ക്കിടെ ഏറി കയറിയ ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറഞ്ഞ ജസ്ല മാടശ്ശേരി. എന്തായാലും ഈ പറഞ്ഞ ജസ്ല മാടശ്ശേരി ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതിനിടയ്ക്ക് പുതിയൊരു ബോംബായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടവും തന്നോട് ചാറ്റിലൂടെ കോഴിത്തരം കാണിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ജസ്ല ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ചാറ്റ് പുറത്തു വിട്ടിട്ടാണ് ജസ്ല ഈ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. നമ്മൾ എന്തായാലും ജസ്ലയുടെ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദീർഘവീക്ഷണം. ഒരാളുടെ പോക്ക് കണ്ടാൽ ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. കോഴികളെ കിലോമീറ്ററുകൾ അപ്പുറത്തും ഒന്ന് മണക്കും. ഇതൊക്കെ എനിക്ക് അല്പം കൂടുതലുണ്ട് എന്ന അഹങ്കാരം ഉണ്ടായിരുന്നു, ചെറുതായുണ്ട്. എവിടെ സ്റ്റോപ്പ് ഇടണം എന്ന് ഭംഗിയായി അറിയാം. ഇതിലൊരു മോശവുമില്ല, രസമായി കാണാനുള്ളതേ ഉള്ളൂ. ഇത്രയും നിഷ്കളങ്കരായ ഏട്ടായിമാർ എത്രയുണ്ടെന്ന് നിങ്ങളുടെ വിചാരിക്കും മാങ്ങക്കൂട്ടം മാത്രമാണെന്ന്. പെണ്ണുങ്ങളോട് പരിധി വിട്ട് വീമ്പ് കളിച്ചാൽ കുറെ എണ്ണത്തിന് വൃത്തികെട്ട മുഖംമൂടി അയച്ചു പറിച്ച് വസ്ത്രാക്ഷേപം നടത്തും. ഈ സിസ്റ്റം മാറണമെങ്കിൽ എല്ലാറ്റിനെയും വലിച്ചു പറിച്ച് കാണിക്കണമെങ്കിൽ കേരളത്തിലെ മിടുക്കികളായ നിങ്ങൾ ഇന്നോളം കാണാത്ത തന്റെ ഇടം കയ്യിലുള്ള അനേകം സ്ത്രീകളുണ്ട് ഇവിടെ. ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ചാൽ പിഴുതെറിയാൻ കഴിയുന്ന അനേകം കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞു മാറ്റമായവർ. മാന്യതയുടെ പാവത്താന്റെ മുഖംമൂടി അണിഞ്ഞ് നിയമസഭയിൽ ഇരിക്കുന്ന മാന്യരുടെ. വെറുതെ കൊങ്ങികൾ ഓവറാക്കി ചളമാക്കണ്ട. സ്ത്രീ പീഡന വീരന്മാരായത് കോൺഗ്രസിന്റെ യുവമുഖമുദ്രയായി ഇലക്ഷനുകളിൽ മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്മേൽ കയറിയാവും ആ സ്ഥാനാർത്ഥിത്വം. ആവർത്തിക്കുന്നു, രാഹുൽ വെറും കോഴിയല്ല, കുരുപ്പ് പിടിച്ച കോഴിയാണ്. മാന്യന്മാരുടെ മഹാസംഗമം കണ്ടു ഓക്കാനും വരുന്നു. വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു പീഡന നായകൻ ഇന്റർവ്യൂ. ഈ ചാറ്റ് ഇവിടെ വെച്ച് ഞാൻ നിർത്തിയത് കൊണ്ട് ഇതിൽ മോശമായൊന്നുമില്ല. അവന് മോശക്കാനൊന്നും ന്യായീകരിക്കുന്നവർക്ക് ഉപകരിച്ചേക്കാം. ഇതാണ് പോസ്റ്റ്. ഇത് പറഞ്ഞ് പുള്ളിക്കാർ പുറത്തുവിട്ട ചാറ്റ് നമുക്കൊന്ന് നോക്കാം. 2017 മാർച്ച് 3 ചാറ്റാണിത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നാടോടി രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ അന്നേരം ജസ്ലിന്റെ മറുപടി എന്താണ്? ഇങ്ങനെ ഒരു മറുപടി അല്ലേ. അതിനുശേഷം രാഹുൽ പറയണ എന്താണ്? ഞാൻ രാഹുൽ, പത്തനംതിട്ടയിൽ ഒരു KSU പ്രവർത്തകനാണ്. അപ്പൊ അന്നേരം ജസ്ല കൊടുത്ത മറുപടി നൈസ് ടു മീറ്റ് യു എന്നുള്ളതാണ്. അതിന് രാഹുൽ കൊടുത്ത മറുപടി എന്താണ്? സെയിം ഹിയർ, എറിക് പറഞ്ഞു ഇങ്ങനെ ഒരാളെ പറ്റി. അപ്പൊ അന്നേരം ജസ്ല പറയണ എന്താണ്? വാട്ട്? ഇത്രേ ജസ്ല പറയുന്നുള്ളൂ. അപ്പൊ അതിന് രാഹുൽ പറഞ്ഞ മറുപടി എന്താണ്? അബൌട്ട് യു, ലാസ്റ്റ് പോസ്റ്റ് ആരോ ഷെയർ ചെയ്തു, എനിക്ക് കിട്ടിയിരുന്നു, ഇറ്റ് വാസ് ഗുഡ്. ഇതോടെ കോൺവെർസേഷൻ അവസാനിച്ച്. പിന്നെ കുറച്ച് കാലത്തേക്ക് ഇവർ തമ്മിൽ ചാറ്റൊന്നുമില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടം 2017 മാർച്ച് 27 അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പറയുന്നത് എന്താണ്? എന്തൊരു എയറാണ്, ഇത്ര മാത്രമേ രാഹുൽ പറയുന്നുള്ളൂ. അത് കണ്ട് ജസ്ല ചിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് രാഹുൽ കൊടുത്ത മറുപടി എന്താണ്? നീ വല്ലാത്ത സാധനമാണല്ലോ കൊച്ചേ, ഒരു ലൈക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ ആ കോൺവെർസേഷൻ തീർന്നു. പിന്നെ ഇവര് ചാറ്റ് ചെയ്യുന്നത് ജനുവരി 1 അന്നേരം രാഹുൽ മാങ്കൂട്ടം പറയുന്നത് എന്താണ്? വഴക്കാളി ഒന്ന് ചിരിച്ചു കാണിക്കുന്നു. ഇത്രേ ഇവരുടെ ചാറ്റിനുള്ളൂ. ഇതെല്ലാം 9 വർഷം മുമ്പേ സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിൽ തന്നെ നമുക്ക് ഒഫെൻസീവായി തന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു കാഷ്വൽ ചാറ്റ്. രാഹുൽ മാങ്കൂട്ടം ചുമ്മാ ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു, ജസ്റ്റ് അതിന് ഇമോജിയിലൂടെ മറുപടി പറയുന്നു. ഇതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും തന്നെ നമുക്ക് ഒഫെൻസീവായി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ചാറ്റും പൊക്കി പിടിച്ചുകൊണ്ടാണ് ജസ്ല ഇടയിൽ കൂടെ ഗോൾ അടിക്കാൻ വന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പല പെണ്ണുങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് ആളുകൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാജയമായി വരുന്ന പെൺകുട്ടികളെ ആളുകൾ സംശയത്തിന് നേരിൽ കാണുന്നതും. ഇപ്പൊ ഇമാതിരി പരിപാടിയുമായി ഇറങ്ങാൻ നാണമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ജസ്ലയോട് ചോദിക്കാനുള്ളത്. എന്തായാലും ഇതിനിടയ്ക്ക് കഷ്ടപ്പെട്ട് 2017 വരെ പോയി ചാറ്റ് കണ്ടുപിടിക്കാൻ കാണിച്ച ജസ്ലയുടെ മനസ്സുകൾ ആരും കാണേണ്ടി പോരുത്. എന്തൊരു കഷ്ടപ്പാടാണ് അല്ലെ. എന്തിനാണ് ജസ്ല ഇതിനൊക്കെ ആവശ്യം എന്തായിരുന്നു? ഒരു കാര്യമില്ലാത്ത ചാറ്റും പൊക്കി പിടിച്ചുകൊണ്ട് വലിയ സംഭവമാക്കാൻ വന്നേക്കുവാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നീണ്ട കഥാപ്രസംഗം പുള്ളിക്കാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നും വായിക്കുന്നില്ല. ഞാൻ വേണമെങ്കിൽ അതിന്റെ തുടക്കഭാഗം മാത്രം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൈഡിൽ കാണിച്ചു തരാം. ഭയങ്കര സാഹിത്യം കലർത്തിയുള്ള കഥാപ്രസംഗമാണ് കേട്ടോ. എന്തായാലും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ജസ്ല ഫീൽഡ് ഔട്ട് ആണല്ലോ. അപ്പൊ അധികാരം പുള്ളിക്കാരെ പഴയ പോലെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. 2-3 കൊല്ലം മുന്നേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായി ഭയങ്കര സജീവമായി നിന്നൊരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ജസ്ല. പക്ഷെ ഇപ്പൊ വന്ന് ആർക്കും വരെ ശ്രദ്ധ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടം വഴി പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി. അതുകൊണ്ടാണ് ഇപ്പൊ എങ്ങനെ 2017 ചാറ്റും പൊക്കി പിടിച്ചുകൊണ്ട് പുള്ളിക്കാരി വന്നിരിക്കുന്നത്. ഇതിനൊക്കെ എന്താ പറയാ അല്ലേ. ഇവിടെ രാഹുൽ മാങ്കൂട്ടം മോശമായിട്ട് എന്തെങ്കിലും ഒഫെൻസീവ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് പൊക്കി പിടിക്കുന്നതിന് പിന്നെയും കാര്യം ഉണ്ടെന്ന് വെക്കാം. ഇത് പക്ഷെ അങ്ങനൊന്നും ഇല്ല, ചുമ്മാ കൂടെ അടിച്ചു വിടന്നെ. ഇത് കാരണം സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യമാവല്ലോ. എന്തായാലും കൊള്ളാൻ ജസ്റ്റില്ല, കാഞ്ഞ ബുദ്ധി തന്നെ കേട്ടോ. എനിവേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഷഹനാസിനെ പോലെ, റിനിയെ പോലെ, ജസ്ലയെ പോലുള്ള കുറെ പെണ്ണുങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പൊ പബ്ലിക് സപ്പോർട്ട് മുഴുവനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. അടുത്ത വട്ടവും പാലക്കാട് MLA ആയിട്ട് മത്സരിക്കേണ്ടത് രാഹുൽ തന്നെയാണെന്നുള്ള തരത്തിൽ ഇപ്പൊ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. എന്തായാലും ഇപ്പൊ നിലവിൽ ലേറ്റസ്റ്റ് ആയി പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ രാഹുലിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചത് കാരണം ഷഹനാസിനെതിരെ ഇപ്പൊ രാഹുൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വാർത്തയും കൂടി ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഭിമുഖവും അതിലെ വെളിപ്പെടുത്തലും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ അതിലെ വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നു.
കോൺഗ്രസ് സഹയാത്രിക MA ഷഹനാസ് ആയിരുന്നു ആദ്യം തന്നെ രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണെന്ന് പണ്ടേ അറിയാം. കോൺഗ്രസിനകത്ത് ഒരു കമ്മിറ്റി വെച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ഇയാൾക്കറിയാം. രാഹുലിനെ ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ട് നിർത്തേണ്ടിടത്ത് നിർത്തിയെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നാലെ ഷഹനാസിനെതിരെ രാഹുൽ അനുകൂലികളും ആഞ്ഞടിച്ചു. ഇപ്പോൾ ഈ തർക്കം നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണെന്നും സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ വിദഗ്ധനാണെന്നും ഷഹനാസ് ആരോപിച്ചപ്പോൾ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഷഹനാസിനെതിരെ DGPക്ക് പരാതി നൽകിയതായും രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. ഇന്ന് തന്നെ വക്കീൽ നോട്ടീസ് അയക്കും. മാനനഷ്ടത്തിന് കോടതി മുഖേന നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. കർഷക സമരത്തിന്റെ ഭാഗമായി ക്ഷണിച്ചെന്നത് വസ്തുതാവിരുദ്ധമാണ്. സാരി ഉടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അടിസ്ഥാനരഹിതം. ഷഹനാസിനെതിരെ കേസെടുക്കണം. ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കണമെന്നും രാഹുൽ പരാതിയിൽ ആവശ്യപ്പെട്ടു. രാഹുൽ DGPക്ക് നൽകിയ പരാതിയിലെ ആവശ്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഷഹനാസിനെതിരെ കേസെടുക്കണം. ഷഹനാസിന്റെ ആരോപണങ്ങളിലെ ഗൂഢാലോചന അന്വേഷിക്കണം. ഗൂഢാലോചന നടത്തിയ മറ്റുള്ളവർക്കെതിരെ കേസെടുക്കണം. ഷഹനാസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കണ്ടുകെട്ടണം. കൂടുതൽ അപകീർത്തികരമായ പരാമർശങ്ങൾ വരുന്നത് തടയണം എന്നിവയാണ് രാഹുലിന്റെ പരാതിയിലെ ആവശ്യങ്ങൾ. വളരെ നല്ല കാര്യം. ഇത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ കഴിവുണ്ടെങ്കിൽ ഷഹനാസിനെതിരെ കേസെടുക്കട്ടെ. കേസെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഒരാൾക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് മറ്റുള്ള സ്ത്രീകൾക്കും കൂടി അപമാനകരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള സ്ത്രീകളെയും കൂടി സംശയത്തിന് നെല്ല് നിർത്തുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ ഷഹനാസ് ആണെങ്കിലും റിനി ആണെങ്കിലും ജസ്ല ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വേണ്ട അന്വേഷണങ്ങൾ നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാം. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.